റോമർക്കെഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്കൊന്ന് വരാം പ്രിയമുള്ളവരെ. റോമർക്കെഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായത്തിൻ്റെ 25-26 വാക്യങ്ങൾ ഒന്ന് ദയവാണ്ടി ശ്രദ്ധിച്ചാട്ടെ. റോമർക്കെഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായത്തിൻ്റെ 25-26 വാക്യങ്ങൾ ദയവായിട്ട് ശ്രദ്ധിച്ചാട്ടെ. വിശ്വസിക്കുന്നവർക്ക് യേശു തന്റെ രക്തം മൂലം വിശ്വസിക്കുന്നവർക്ക് യേശു തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം യേശുവിനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. എന്നോട് ചേർന്ന വാക്യം ഒന്ന് പറയാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു. വിശ്വസിക്കുന്നവർക്ക് യേശു തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം യേശുവിനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ഇനി അടുത്ത വാക്യം കൂടെ നോക്കിയോ. ദൈവം തന്റെ പുറമേയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പാൻ താൻ നീതിമാനും. അത് കണ്ടിന്യൂ ചെയ്യുക. കാരണം അവിടെ ഫുൾ സ്റ്റോപ്പ് അല്ല, അത് കോമയിട്ട് കണ്ടിന്യൂ ചെയ്യുകയാണ്. ദൈവം തന്റെ പുറമേയിൽ. അപ്പം ഇവിടെ 3 കാര്യങ്ങൾ ഒറ്റ ആശയത്തിൽ നിന്നുകൊണ്ട് റോമാലേഖനകാരൻ വിശദീകരിക്കുകയാണ്, പൗലോസിലേക്ക് കൊണ്ടുവരികയാണ്. ഒന്നാമത്തെ ആശയത്തെ ദയവായി നിങ്ങൾ ശ്രദ്ധിക്കുക. 25-ാമത്തെ വാക്യം. വിശ്വസിക്കുന്നവർക്ക് യേശു തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ. വിശ്വസിക്കുന്നവർക്ക് യേശു തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വലിയ വിഷയമാണ് യൂണിവേഴ്സൽ സാൽവേഷൻ എന്ന് പറയുന്ന ഒരാശയം. യൂണിവേഴ്സൽ റിക്കൺസിലേഷൻ, യൂണിവേഴ്സൽ സാൽവേഷൻ. നിങ്ങളിത് കേട്ടിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. മുഴു ലോകത്തിന് രക്ഷ യേശു ക്രൂശിൽ മരിച്ച ഉടനെ തന്നെ വന്നു കഴിഞ്ഞു. ഇനി ആരും യേശുവിനെ സ്വീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. യേശു കാൽവരി ക്രൂശിൽ മരിച്ചതോടുകൂടെ യേശുവിൻ്റെ ജനറേഷന് പിന്നീട് ജനിക്കുന്ന മുഴുവൻ പേരും ജനിക്കുന്നത് നീതിമാന്മാരായിട്ടാണ് എന്ന ഒരു പഠിപ്പീര് വളരെ വ്യാപകമായിട്ട് ഈ നാളുകളിൽ പടർന്നുകൊണ്ടിരിക്കുന്നു. പല ആൾക്കാർ ഇമെയിലിലൂടെയൊക്കെ എന്നോട് ചോദിക്കാൻ ഇടയായി നമ്മളും വിശ്വസിക്കുന്ന അതാണോ എന്ന്. നോ. ഇവിടെ വിശ്വസിക്കുക എന്ന് പറയുന്ന ഫാക്ടർ വലിയ പ്രാധാന്യത്തോടു കൂടെ തന്നെ ബൈബിൾ വിശദീകരിച്ചിട്ടുണ്ട്. റോമർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായമാകട്ടെ, റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായമാകട്ടെ, ഈ വാക്യത്തിലും അതിൻ്റെ ഒരു ചെറിയ ഒരു ക്ലോസ് വിശദീകരിച്ചിട്ടുണ്ട്. 25-ാമത്തെ വാക്യം നോക്കിയേ. വിശ്വസിക്കുന്നവർക്ക്, നോക്കിയ വാക്ക്, വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ. വിശ്വസിക്കുന്നവർക്കാണ് യേശു തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുന്നത്. യേശുവിൻ്റെ പ്രായശ്ചിത്ത ബലി എല്ലാവർക്കും വേണ്ടി നടന്നതാണ്. പക്ഷേ അതിൻ്റെ ഗുണമുണ്ടാകുന്നത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ്. പക്ഷെ നിരപ്പ് വരുത്തിയത് മുഴു ലോകത്തിന് വേണ്ടിയാണ്. അത് രണ്ടും തെറ്റിദ്ധരിക്കാൻ ഇടയാകരുത്. മിനിസ്ട്രി ഓഫ് റിക്കൺസിലേഷൻ നടന്നത് ഇസ് ഫോർ ഹോൾ വേൾഡ്, മുഴുവൻ ലോകത്തിന് വേണ്ടിയാണ്. പക്ഷേ ഈ മുഴുവൻ ലോകവും എപ്പോൾ വ്യക്തിപരമായി ഓരോരുത്തർ വിശ്വസിക്കുന്നോ അപ്പോഴാണ് റിയൽ റിക്കൺസിലേഷൻ ദൈവവുമായിട്ട് ഓരോരുത്തർക്ക് നടക്കുന്നത്. യഥാർത്ഥ നിരപ്പ് ദൈവമായിട്ട് വരുന്നത് ഓരോരുത്തർ വ്യക്തിപരമായി യേശു ദൈവമെന്ന് വിശ്വസിക്കുമ്പോഴാണ്. അതിൻ്റെ വാക്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. വിശ്വസിക്കുന്നവർക്ക് യേശു തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം യേശുവിനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ഒന്നുകൂടെ വായിച്ചോ വാക്യമാണ് 25-ാം വാക്യം വെച്ചോ. വിശ്വസിക്കുന്നവർക്ക് യേശു തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ അപ്പം യേശുവിൻ്റെ രക്തം ഇവിടെ പ്രായശ്ചിത്തമാവുകയാണ്. ആ പദം നിങ്ങളൊന്ന് അടിവരയിട്ടാൽ കൂടുതൽ ആശയം താഴേക്ക് വിശദീകരിക്കും മനസ്സിലാകും. യേശുവിൻ്റെ രക്തം വിശ്വസിക്കുന്നവർക്ക് പകരമാവുകയാണ്, പ്രായശ്ചിത്തമാവുകയാണ്. അവർക്ക് ഓൺ ബിഹാഫ് ഓഫ് ദം the blood of Christ became a proposition. അവർക്ക് പകരം യേശുവിൻ്റെ രക്തം പകരമാവുകയാണ് വിശ്വസിക്കുന്നവർക്ക്. അപ്പോൾ ഒരു വ്യക്തി വിശ്വസിക്കുമ്പോൾ ഇവിടെ സംഭവിക്കുന്ന ഇതാണ്, അവർക്ക് വേണ്ടി യേശുവിൻ്റെ രക്തം പകരമാവുകയാണ്. ഇനി അതിൻ്റെ വിശദീകരണം താഴേക്ക് പറയുമ്പം പ്രായശ്ചിത്തം എന്നുള്ളതിന് അടിവരയിട്ടിട്ട് താഴേക്ക് ഒന്ന് വായിച്ചു നോക്കി. അടുത്തത്, ദൈവം തന്റെ പുറമേയിൽ ദൈവം യേശുവിനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തന്റെ പുറമേയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം. ഇവിടെ ദൈവം ചെയ്ത ഏറ്റവും വലിയൊരു കാര്യമാണ്. ഇതാണ് എനിക്ക് നിങ്ങളോടൊന്ന് എംഫസൈസ് ചെയ്ത് പറയാൻ പരിശുദ്ധാത്മാവ് നിയോഗിക്കുന്ന കാര്യം. ദൈവം തൻ്റെ മഹാസ്നേഹത്തിൽ, ആ പുറമേ എന്നുള്ള പദത്തിന് അവിടെ ഇടാൻ പറ്റുന്ന ഒരു ആശയമാണത്. ദൈവം തൻ്റെ മഹാസ്നേഹത്തിൽ ചെയ്തൊരു കാര്യം ഇവിടെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം. ദൈവത്തിന് ഒരാൾക്കല്ലാതെ വേറെ ആർക്കും ഇത് ചെയ്യാൻ പറ്റുകയല്ല പ്രിയരെ. ഇവിടെ ചെയ്യേണ്ടത് തന്നെ ശിക്ഷിക്കാതെ വിടണം.
ഒന്നാ പദം ഒന്നുകൂടെ വേണമെങ്കിൽ ഒന്ന് വായിച്ചോ. ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം. ഇവിടെ 3 ആശയങ്ങളുണ്ട്, അത് 3 ഞാൻ പറയാം. ഇവിടുത്തെ പാപങ്ങൾ എന്നിവിടെ എഴുതിയിരിക്കുന്നു മുൻകഴിഞ്ഞ പാപങ്ങളാണ് എന്ന് പറഞ്ഞാൽ പാസ്റ്റാണ്, മുൻകഴിഞ്ഞ പാപങ്ങളാണ്. ആ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം. സ്വാഭാവികമായിട്ടും ആ പാപങ്ങൾക്ക് ശിക്ഷ കിട്ടിയല്ലേ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ നടന്നത് ഇതാണ്, മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിട്ടു, ശിക്ഷിച്ചില്ല. എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ ചെയ്തത്? അതിന് ആൻസർ താഴെയുണ്ട്. അപ്പം ഒന്നാമത് നിങ്ങൾ അടിവരയിടേണ്ടത് പ്രാശ്ചിത്തം എന്നുള്ള പദത്തിനാണെങ്കിൽ, രണ്ടാമത് അടിവരയിടേണ്ടത് രണ്ടാമത്തെ ഈ പദമാണ് ശിക്ഷിക്കാതെ വിടുക നിമിത്തം. ചേർന്ന് പറഞ്ഞ ആ പദം ശിക്ഷിക്കാതെ വിടുക നിമിത്തം. ശിക്ഷിച്ചില്ല, ശിക്ഷിക്കാതെ വിടുക നിമിത്തം. തന്റെ നീതിയെ അപ്പൊ ശിക്ഷിക്കാതെ വിട്ടപ്പോ ദൈവം ഒരു കാര്യത്തെ പ്രദർശിപ്പിച്ചിരുന്നു. മൂന്നാമത്തെ അടിവരയിടേണ്ടത് പ്രദർശിപ്പിച്ചു. പ്രായശ്ചിത്തം, ശിക്ഷിക്കാതെ വിട്ടു, പ്രദർശിപ്പിച്ചു. ഹല്ലേലൂയ. ഒന്ന് ചേർന്ന് പറഞ്ഞേ, പ്രായശ്ചിത്തമായി, ശിക്ഷിക്കാതെ വിട്ടു, പ്രദർശിപ്പിച്ചു. അപ്പോൾ ദൈവം ശിക്ഷിക്കാതെ വിട്ടപ്പോൾ ഒരു കാര്യം ദൈവം ഉദ്ദേശിച്ചേ എന്തായിരുന്നു? തൻ്റെ നീതിയെ പ്രദർശിപ്പിക്കുകയായിരുന്നു. എന്നോട് ചേർന്നൊന്ന് വന്നേ, അത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നതായിരുന്നു. എന്നെ ശിക്ഷിക്കാതെ വിട്ടോണ്ട് ദൈവം ഒരു നീതിയെ പ്രദർശിപ്പിക്കുകയായിരുന്നു. എന്നോട് ചേർന്നൊന്ന് പറയാമോ? അത് എന്നെ, എല്ലാരും പറ, എന്നെ ശിക്ഷിക്കാതെ വിട്ടതിലൂടെ ദൈവം ഉദ്ദേശിച്ചത് ഒരു നീതിയെ പ്രദർശിപ്പിക്കണമെന്നായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനു വേണ്ടി യേശുവിനെ ദൈവം പരസ്യമായി നിർത്തിയിരിക്കുന്നു. എന്നതിനാ? ശിക്ഷിക്കാതെ വിട്ട് നീതിയെ പ്രദർശിപ്പിക്കാൻ വേണ്ടി ദൈവം യേശുവിനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. മേളിൽ കണ്ടില്ലേ? ഒന്നുകൂടെ മേളത്തിൽ ഒന്ന് തൊട്ടോ, വേണമെങ്കിൽ മേളത്തിയ പദം ഒന്ന് തൊട്ടോ. ദൈവം തന്റെ പുറമേൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം മേളിൽ വിശ്വസിക്കുന്ന ഏവർക്കും യേശു തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം യേശുവിനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. അപ്പൊ ഇവിടെ 2 കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. യേശുവിനെ ദൈവം പരസ്യമായി നിർത്തിയിരിക്കുന്നു. പരസ്യമായി നിർത്തിയിരിക്കുന്ന യേശു തൻ്റെ നീതിയെ എന്നിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. എന്തിനാണ് പരസ്യമായി നിർത്തിയിരിക്കുന്ന യേശു തൻ്റെ നീതിയെ എന്നിൽ പ്രദർശിപ്പിച്ചത്? അതാ ഇവിടെ പറയുന്നത്. ദൈവം തൻ്റെ പുറമേൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം ആ നീതിയെ പ്രദർശിപ്പിച്ചത് ശിക്ഷിക്കാതെ വിട്ടതിലൂടെയാണ്. എന്നോട് ചേർന്ന് പറയാമോ? ശിക്ഷിക്കാതെ വിട്ടതിലൂടെയാണ് തൻ്റെ നീതിയെ പ്രദർശിപ്പിച്ചത്. കാരണം ഇവിടെയാണ് ആ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ വലിയ ആഴം നമ്മൾ അറിയുന്നത്. ഹല്ലേലൂയ. ദൈവം കാരുണ്യവാനായിരിക്കുമ്പോൾ തന്നെ നീതിമാനുമാണ്. ഇവിടെയാണ് ആ സരസമായിട്ട് പറയാം, വേറെ ആരോടും നിങ്ങൾ പോയി പറയണ്ട, ദൈവം വെട്ടിലായത്. ഒരു പദം പറഞ്ഞാൽ കൂടുതൽ ചിലപ്പം ആൾക്കാർക്ക് മനസ്സിലാവും. നീതിമാനായ ദൈവത്തിന് ശിക്ഷിക്കാനും വയ്യ, ശിക്ഷിക്കാതിരിക്കാനും വയ്യ. കാരുണ്യവാനായ ദൈവത്തിന് ശിക്ഷിക്കാനും വയ്യ. സ്നേഹം കൊണ്ട് അടിക്കാനും വയ്യ, പക്ഷേ നീതിമാനായോണ്ട് അടിക്കാതിരിക്കാനും ഒക്കത്തില്ല. അടിക്കാതെ വിട്ടാൽ പറയും, അത് ശരിയല്ല, നീതിമാനല്ല. നീതിമാനായിരുന്നെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു? അടിക്കണമായിരുന്നു. അതെന്നെ അവനെ വെറുതെ വിട്ടെന്ന് ചോദിക്കും. ഇനി അടിച്ചാൽ ചോദിക്കും, അതെന്നെ പരിപാടിയാണ് കാണിച്ചേ, ഒരു സ്നേഹമില്ലാതെ എന്നാലും ഇങ്ങനെ അടിക്കേണ്ടിയ കാര്യമുണ്ട്. അപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞാൻ സരസമായ പദം പറഞ്ഞ പോലെ ദൈവം ഇതിന് നടുക്ക് നിൽക്കുകയാണ്. അടിക്കാനും ഒക്കത്തില്ല, അടിക്കാതിരിക്കാനും ഒക്കത്തില്ല. തൻ്റെ നീതിയിൽ ശിക്ഷിച്ചേ പറ്റുള്ളൂ, തൻ്റെ കരുണയിൽ സ്നേഹിച്ചേ പറ്റുള്ളൂ. ആ സ്റ്റേജ് നിങ്ങളൊന്ന് കണ്ടാട്ടെ. ഇതായിരുന്നു യേശുവിനെ ഇതിൻ്റെ നടുവിൽ നിർത്തിയതിൻ്റെ ഉദ്ദേശം. ഒന്നുകൂടെ ഞാനത് നിങ്ങളുടെ ഉള്ളിലേക്ക് ആ പിക്ചർ കൊണ്ടുവരാം. കരുണയിൽ ശിക്ഷിക്കാനും വയ്യ, നീതിയിൽ ശിക്ഷിക്കാതിരിക്കാനും വയ്യ. ഇങ്ങനെ നിന്നപ്പോഴാണ് ഇതിൻ്റെ നടുവിൽ യേശുവിനെ നിർത്തി. യേശുവിനെ ശിക്ഷിച്ചു. എത്ര പേർക്ക് എൻ്റെ ആശയം മനസ്സിലായി? ഹല്ലേലൂയ. ഇല്ല ദൈവം യേശുവിനെ വായിച്ചോ. വിശ്വസിക്കുന്നവർക്ക് യേശു തന്റെ രക്തം മൂലം, വിശ്വസിക്കുന്നവർക്ക് യേശു തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ പകരമായി, കരമടിച്ചൊന്ന് യേശുവിന് സ്തോത്രം കൊടുത്തേ. പകരമായി വിശ്വസിക്കുന്നവർക്ക് യേശുവിന്റെ രക്തം പകരമായി പ്രായശ്ചിത്തമാകുവാൻ ദൈവം യേശുവിനെ പരസ്യമായി നിർത്തി. അപ്പൊ ഇവിടെ 2 കാര്യം ഞാൻ മുമ്പേ പറഞ്ഞു, ഒന്നുകൂടി ആവർത്തിച്ചിട്ട് മുമ്പോട്ട് പോകാം. റൈച്ചസ് ഗോഡും മേഴ്സിഫുൾ ഗോഡും, അത് രണ്ടും കൂടെ നിങ്ങൾ കാണുക. നീതിമാനായ ദൈവവും കാരുണ്യമാനായ ദൈവവും. കാരുണ്യമാനായ ദൈവത്തിൻ്റെ സ്നേഹവും നീതിമാനായ ദൈവത്തിൻ്റെ നീതിയും രണ്ടും കൂടെ ഒരുമിച്ച് പ്രദർശിപ്പിച്ചു. ഹല്ലേലൂയ.
ഹല്ലേലൂയ. കാരുണ്യവാനായ ദൈവത്തിൻ്റെ സ്നേഹം എൻ്റെ മേലും നീതിമാനായ ദൈവത്തിൻ്റെ നീതി പുത്രൻ്റെ മേലും. ഒന്നുകൂടി ആവർത്തിക്കാം. കാരുണ്യവാനായ ദൈവത്തിൻ്റെ കരുണ എൻ്റെ മേലും നീതിമാനായ ദൈവത്തിൻ്റെ നീതി പുത്രൻ്റെ മേലും. ഹല്ലേലൂയ. പുത്രൻ ശിക്ഷിക്കപ്പെട്ടു, ഞാൻ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടു. കമോൺ. പുത്രൻ ശിക്ഷിക്കപ്പെട്ടു, ഞാൻ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടു. ഹല്ലേലൂയ. ഇവിടെയാണ് ആ ദൈവസ്നേഹത്തിൻ്റെ വലിപ്പം നമ്മൾ കാണുന്നത്. ഇവിടെ യേശുവിനെ പ്രതിസ്ഥാനത്ത് നിർത്തി, എന്നെ യേശുവിൻ്റെ സ്ഥാനത്ത് നിർത്തി. ഹലോ, ഒന്നുകൂടെ ഞാൻ പറഞ്ഞു. യേശുവിനെ ഞാനായിരുന്നു പ്രതിക്കൂട്ടി നിന്നേ, എന്നെ അവിടെ നിന്ന് ഇറക്കി. അപ്പം എന്നെ അവിടെ നിന്ന് ഇറക്കുന്നതിന് മുമ്പ് യേശു എവിടെയായിരുന്നോ അവിടെ എന്നെ ഇരുത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുക. യേശു എവിടെയാണോ ഇരുന്നത് അവിടെ എന്നെ ഇരുത്തി. ഞാൻ എവിടെയാണോ നിന്നത് അവിടെ യേശുവിനെ നിർത്തി. അവിടെ മാത്രമായി ഈ പദത്തിന് അർത്ഥം വരുന്ന പകരം, പ്രാശ്ചിത്തം. പറഞ്ഞേ ആ പദത്തിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞേ. ആദ്യം അടിവരെ ഇട്ടില്ലേ? ഒന്നുകൂടെ വായിച്ചോ വാക്ക് വേണമെങ്കിൽ. ദൈവം യേശു തന്റെ രക്തം മൂലം പകരം, പറയാ പദം, പകരം, പ്രാശ്ചിത്തം. അതാ സംഭവിച്ചേ. പകരം, പ്രാശ്ചിത്തം. വിശ്വസിച്ചപ്പോ പ്രതിക്കൂട്ടി എന്നെ ഇറക്കി. ഓ ഹല്ലേലൂയ. പിതാവിന്റെ വലത്തുഭാഗത്തിരുന്ന പുത്രനെ പ്രതിക്കൂട്ടി നിർത്തി. ഹല്ലേലൂയ. പ്രതിക്കൂട്ടി ഇരുന്ന എന്നെ അപ്പന്റെ മടിയിൽ ഇരുത്തി. ഇതായിരുന്നു കൈമാറ്റം. ഹല്ലേലൂയ. എൻ്റെ ശിക്ഷ പുത്രൻ്റെ മേലിട്ടു, പുത്രൻ്റെ രക്ഷ എൻ്റെ മേലിട്ടു. ഞാൻ രക്ഷിക്കപ്പെട്ടു, പുത്രൻ ശിക്ഷിക്കപ്പെട്ടു. ഹല്ലേലൂയ. കരമടിച്ചൊന്ന് യേശുവേ നന്ദി എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. എന്തിനാ ദൈവം ഇങ്ങനെ ചെയ്തേ? ഇവിടെയാണ് ഇനി ചോദ്യം. എന്തിനാ ദൈവം ഇങ്ങനെ ചെയ്തേ? എന്തിനാ ദൈവം ഇത് ചെയ്തേ? ദൈവം ഇത് ചെയ്യാൻ കാര്യം താഴെ വായിക്കുന്നത് 26-ാം വാക്യം. താൻ നീതിമാനും, വേറൊരു കാര്യമില്ല, താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ, ഹല്ലേലൂയ, യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനുമാകേണ്ടതിന് ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ വേറൊന്നിനും വേണ്ടിയല്ല ചെയ്ത, യേശു വഴിയുള്ള ഒരു നീതിയെ പ്രദർശിപ്പിക്കാൻ വേണ്ടിയാ ഇങ്ങനെ ചെയ്ത്. എങ്ങനെ ചെയ്തേ? യേശുവിനെ ശിക്ഷിച്ചത്, എന്നെ രക്ഷിച്ചത്. ഹല്ലേലൂയ. കരമടിച്ചൊന്ന് യേശുവിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. ദൈവത്തിന് ഇക്കാലത്ത് പ്രദർശിപ്പിക്കാൻ ഒറ്റ കാര്യമേ ഉള്ളൂ. പുത്രൻ വഴിയായി വന്ന ദൈവനീതി. ഹല്ലേലൂയ. പുത്രനെ ശിക്ഷിച്ചിട്ട് എന്നെ രക്ഷിച്ചപ്പോൾ ദൈവം ലോകത്തോട് പറഞ്ഞ ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശമാണ് യഥാർത്ഥ സുവിശേഷത്തിൻ്റെ സന്ദേശം. ഹല്ലേലൂയ. പുത്രനെ ശിക്ഷിച്ചിട്ട് എന്നെ രക്ഷിച്ചപ്പം ദൈവം ലോകത്തോട് പറഞ്ഞ സന്ദേശം. ഹല്ലേലൂയ. ആ മഹാസ്നേഹത്തിൻ്റെ സന്ദേശം. ഹല്ലേലൂയ. ഞാനത് അവനെ ശിക്ഷിക്കാതെ വിട്ടിരിക്കുന്നു. ഓ ഹല്ലേലൂയ. ഈ ശിക്ഷിക്കാതെ വിട്ട ഈ വ്യക്തി ഏതുവഴി നടന്നു പോകുമ്പോഴും ഒരൊറ്റ കാര്യം അവിടെ പ്രദർശിപ്പിക്കപ്പെടുന്നത് എന്താണെന്നറിയോ? ദൈവനീതിയാൽ നീതീകരിക്കപ്പെട്ടവനായി ഇവൻ എന്ന് പറഞ്ഞ ഈ വ്യക്തിയിലൂടെ ലോകം കാണുന്നത് ദൈവത്തിൻ്റെ നീതിയുടെ വലിപ്പമാണ്. ഹല്ലേലൂയ. നിങ്ങളും ഞാനും ഇങ്ങനെ, ഓ ഹല്ലേലൂയ, ഇതാ കാണേണ്ടത്. നിങ്ങൾ എറണാകുളത്തൂടെ നടക്കുമ്പോൾ, ഹല്ലേലൂയ, നിങ്ങളായിരിക്കുന്ന ഇടത്തൂടെ നടക്കുമ്പോൾ you are demonstrating, hallelujah, you are manifesting the free gift of righteousness through you. നിങ്ങളിലൂടെ ദൈവത്തിൻ്റെ സൗജന്യ നീതിയെ, ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇവിടെ ആ ത്രോൺ ഓഫ് ഗ്രേസിലിരിക്കുന്ന, കൃപയുടെ സിംഹാസനത്തിനിരിക്കുന്ന നീതിമാനായ ദൈവത്തിന് എന്തും ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അവിടെയാണ് ഈ വിഷയത്തിൻ്റെ ഏറ്റവും ആധികാരികത വ്യക്തമാകുന്നത്. ആ ദൈവത്തിന് എന്ത് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. എന്നെ വേണേ ശിക്ഷിക്കാം, പുത്രനെ ശിക്ഷിക്കാതിരിക്കാം. പക്ഷേ ആ സ്നേഹത്തിൽ പുത്രനെ ശിക്ഷിച്ചു, എന്നെ രക്ഷിച്ചു. ഓ ഒന്ന് പറഞ്ഞേ, പുത്രനെ ശിക്ഷിച്ചു. ഒന്ന് ചേർന്ന് പറഞ്ഞേ, പുത്രനെ ശിക്ഷിച്ചു, എന്നെ രക്ഷിച്ചു. എന്നിട്ട് ദൈവം പറയാ, ഇതിലൂടെ എനിക്ക് മുഴുവൻ ലോകത്തോട് ഒരു സന്ദേശം പറയാനുണ്ട്. ഓ ഹല്ലേലൂയ. എന്തിനാ ദൈവം ഇത് ചെയ്തേ? ദൈവം തൻ്റെ പുറമേയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം. അടിവരയിട്ടോ ആ പദത്തിന്? അടിവരയിട്ടവർ ഇനി ഇടണ്ട, അല്ലാത്തവർ അടിവരയിടുക. ശിക്ഷിക്കാതെ വിടുക നിമിത്തം. വായിച്ചോ. ശിക്ഷിക്കാതെ വിടുക നിമിത്തം. ദൈവം തൻ്റെ പുറമേയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ. തൻ്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ. ഒന്ന് പറഞ്ഞേ, തൻ്റെ നീതിയെ
ഇനി നിങ്ങളുടെ ഉള്ളത്തിലേക്ക് എഴുതേണ്ടത്, ദൈവം യേശുവിലൂടെ എന്നെ ശിക്ഷിക്കാതെ വിട്ടതിലൂടെ ദൈവം ഉദ്ദേശിക്കുന്ന ഒരൊറ്റ കാര്യം എന്നറിയോ? ഈ ശിക്ഷിക്കാതെ വിട്ട എന്നിലൂടെ തൻ്റെ നീതിയെ പ്രദർശിപ്പിക്കുക. തൻ്റെ നീതിയെ പ്രദർശിപ്പിക്കുക. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കരം കൊടുത്ത് പറ, നിങ്ങളെ ശിക്ഷിക്കാതെ വിട്ടതിലൂടെ ദൈവം നിങ്ങളിലൂടെ തൻ്റെ നീതിയെ പ്രദർശിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ മനുഷ്യൻ്റെ പ്രശ്നം എന്നാണെന്നറിയോ? മനുഷ്യൻ എപ്പോഴും പ്രദർശിപ്പിക്കാൻ താല്പര്യപ്പെടുന്നത് എന്നാണെന്നറിയോ? സ്വയനീതിയാണ്. ദൈവത്തിൻ്റെ ആഗ്രഹം എന്നാണെന്നറിയോ? തൻ്റെ നീതിയെ പ്രദർശിപ്പിക്കണമെന്നാണ്. പക്ഷെ മനുഷ്യൻ്റെ പ്രശ്നം എന്നാണെന്നറിയോ? മനുഷ്യൻ എത്ര പറഞ്ഞാലും തൻ്റെ സ്വയനീതിയെ പ്രദർശിപ്പിക്കും, ദൈവനീതിയെ പ്രദർശിപ്പിക്കാൻ താല്പര്യപ്പെടുകയില്ല. എന്നെ ദൈവം വെറുതെ വിട്ടു എന്ന് പറയുന്നതിന് മുമ്പേ തന്നെ പറയും, ഞാനിങ്ങനെയൊക്കെ ആയിരുന്നു, അതുകൊണ്ടാണ് എന്നെ ദൈവം വെറുതെ വിട്ടേ. ഒരു വകുപ്പും പറയാനില്ല കേട്ടോ. ഹല്ലേലൂയ. ഒരു വകുപ്പും കർത്താവിന് മുമ്പിൽ പറയാനില്ലായിരുന്നു കേട്ടോ. ഹല്ലേലൂയ. എന്നാൽ ഓരോ മക്കളും ഇന്ന് തിരിച്ചറിയട്ടെ, എൻ്റെ കർത്താവെ, ഞാൻ അറിയുന്നു എന്നെ വെറുതെ വിട്ടതിലൂടെ മുഴുവൻ ലോകത്തെയും തൻ്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ ദൈവം ഇത് ചെയ്തുവെന്ന് ഞാൻ അറിയുന്നു എന്ന് വിശ്വസിക്കുമ്പോഴാണ് അക്ഷരാർത്ഥത്തിൽ ആ നീതി നിങ്ങളിലൂടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യപ്പെടുന്നേ. ഓ ഹല്ലേലൂയ. ഞാനെന്ന് പറയുന്ന ഇന്ന് രാവിലെ എന്നെ പിടിച്ചു കുലുക്കിയ ഫാക്ടർ അതാണ്. ഞാനെന്ന് പറയുന്ന വ്യക്തി നടന്നു പോകുമ്പോൾ ദൈവം പറയുക, എൻ്റെ നീതിയെ കണ്ടോ? ഓ ഹല്ലേലൂയ. ഒന്നുകൂടെ ഞാനത് ആവർത്തിക്കുക. ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി നടന്നു പോകുമ്പോൾ ദൈവം എന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുക, എൻ്റെ നീതിയെ കണ്ടോ? എൻ്റെ നീതിയുടെ റിസൾട്ടാണ് ആ നടന്നു പോകുന്നവൻ. ഓ, അതാ റോമാലേഖനത്തിൽ ചോദിക്കുന്നത്. അടുത്ത പദങ്ങൾ ഞാൻ പറയുമ്പോൾ കരമടിച്ചു വേണമെങ്കിൽ എന്നെ സ്വീകരിച്ചോണോ. താൻ നീതിമാനാണ് എന്ന് മാത്രമല്ല, ദൈവം നീതീകരിച്ചതിനെ കുറ്റം ചുമത്തുന്നവനാർ? നീതീകരിക്കുന്നവൻ ദൈവം. ഓ, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഓ, ഇത് വലിയ 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 കാര്യങ്ങളാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. എത്ര പേരത് കരമടിച്ച് സ്വീകരിക്കും? യേശുവേ ആരാധന. ഇപ്പോൾ തന്നെ ഒന്ന് സ്വീകരിക്കാൻ തുടങ്ങിക്കേ. വെറുതെ വിട്ടിട്ട് ഒന്ന് പറഞ്ഞേ, വെറുതെ വിട്ടിട്ട് തൻ്റെ നീതിയെ പ്രദർശിപ്പിച്ച ദൈവം. ഉറക്കെ ഒന്ന് പറഞ്ഞേ, വെറുതെ വിട്ടിട്ട് എന്നിട്ട് പറയുക, ഓരോ വ്യക്തികളെയും വെറുതെ വിട്ടിട്ട് പറയുക, ഇവളെ ഞാൻ വെറുതെ വിട്ടിരിക്കുന്നത് എന്തിനാണെന്നറിയാം? എൻ്റെ നീതിയെ ലോകം കാണാനാ. ഹല്ലേലൂയ. സ്വാഭാവികമായിട്ടും കാണുന്നവരെല്ലാം ചോദിക്കുക, ഇത്രയും അക്രമവാസന സ്വഭാവമുള്ള അവനെ വെറുതെ വിട്ടോ? അയ്യോ. അപ്പോഴാണ് മറുഭാഗം ദൈവം തുറന്ന് കാണിക്കുന്നത്. അവൻ വെറുതെ വിട്ടപ്പോൾ ഇവിടെ ഒരുത്തനെ പിടിച്ചിടാ, ഇവിടെ ഒരുവനെ പിടിച്ചു. ഇവനെ വെറുതെ വിട്ടപ്പോൾ ഇവിടെ ഒരുവനെ പിടിച്ചു. ഒരക്ഷരം മനുഷ്യന് പറയാനില്ല. ഓ, നീതിമാനും പറയാനില്ല, അഭക്തനും പറയാനില്ല. അതുകൊണ്ടാണ് തൊട്ട് താഴത്തെ വാക്ക് ചോദിക്കുന്നത്, കർമ്മമാർഗം എവിടെ? പ്രശംസ എവിടെ? വായിച്ചോനെ ആ വാക്ക്. ആകയാൽ പ്രശംസ എവിടെ? ഏയ്, പ്രശംസ എവിടെ? അത് പോയി. കണ്ടോ? പ്രശംസ എവിടെ? പുകഴ്ച എവിടെ? പ്രവൃത്തിയിലുള്ള ആശ്രയം എവിടെ? ഞാൻ എന്ന ഭാവം എവിടെ? അത് പോയി. വായിച്ചു. അത് പോയി. ഏത് മാർഗത്താൽ? കർമ്മമാർഗത്താലോ? ഏത് മാർഗത്താലാ പ്രശംസ പോയത്? കർമ്മമാർഗത്തിൽ പ്രശംസ കൂടുതലാ. ഞാൻ ചെയ്തു എൻ്റേത് പറയുന്നത് കേട്ടിട്ടില്ലേ? കർമ്മമാർഗത്തിൽ വല്ലവനും പ്രശംസിപ്പാൻ ഉണ്ടെങ്കിൽ എനിക്കും പ്രശംസിപ്പാൻ ഏറെയുണ്ട്. എപ്പോഴും ഈ കോളറിനാണ് ഏറ്റവും കൂടുതൽ ആ മാർഗത്തിൽ വിലയുള്ളത്. വല്ലവനും പ്രശംസിപ്പാൻ വകയുണ്ടെങ്കിൽ എനിക്കാണ് ഏറ്റവും ഉള്ളത്. ഓക്കെ. 8-ാം നാളിൽ പരിശോധന ഏറ്റവും ബെന്യാമീൻ ഗോത്രക്കാരൻ, എബ്രായൻ ജനിച്ച എബ്രായൻ. ഓക്കെ. ഹല്ലേലൂയ. ഗമാലിയലിൻ്റെ പാദത്തിരുന്ന്, രാജഗുരുവായിരുന്നു ഗമാലിയലിൻ്റെ പാദത്തിരുന്ന് പഠിച്ചു. വല്ലവനും പ്രശംസിപ്പാൻ. കർമ്മമാർഗമാണോ പ്രശംസയുണ്ട് അവിടെ? എന്നാൽ വിശ്വാസമാർഗത്തിലോ? വായിച്ച് കർമ്മമാർഗത്തിലോ? അല്ല, വിശ്വാസമാർഗത്താലത്രേ. അങ്ങനെ മനുഷ്യൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി കൂടാതെ. ഓ ഹല്ലേലൂയ. കർമ്മമാർഗത്തിലല്ല. ഒന്ന് പറഞ്ഞ്, കർമ്മത്തിലല്ല. ഹല്ലേലൂയ. ഇത് വിശ്വസിക്കുമ്പോഴേ യഥാർത്ഥ കർമ്മം തുടങ്ങുന്നേ.
അതാണ് ആൾക്കാർ അറിയേണ്ടത്. ഹല്ലേലൂയ. യേശുവിൻ്റെ മാർഗത്തിൽ കർമ്മം ഇല്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്, അത് തെറ്റാണ്. ഈ മാർഗത്തിൽ പ്രവൃത്തി ഇല്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്, അത് തെറ്റാണ്. ഈ മാർഗത്തിലാണ് പ്രവൃത്തിയുള്ളത്. പക്ഷേ ആ പ്രവൃത്തി നേടാൻ വേണ്ടിയുള്ള പ്രവൃത്തിയല്ല, നേടിയത് കൊണ്ടുള്ള പ്രവൃത്തിയാണ്. ഹല്ലേലൂയ. അത് പ്രവർത്തിച്ച് നേടിയതല്ല, നേടിയത് കൊണ്ട് പ്രവർത്തിച്ചതാണ്. അതാണ് ആൾക്കാരുടെ ഉള്ളിലേക്ക് ഭയങ്കരമായിട്ട് പതിയേണ്ടത്. ഹല്ലേലൂയ. നേരത്തെ മുഴുവൻ എഫോർട്ടായിരുന്നു, ഇപ്പം മുഴുവൻ ഫ്രൂട്ടാണ്. എഫോർട്ട് എന്ന് പറയുന്നത് എൻ്റേതും ഫ്രൂട്ട് എന്ന് പറയുന്നത് വിത്തിൻ്റേതുമാണ്. കമോൺ. ഹല്ലേലൂയ. അത് നിങ്ങളുടെ ഉള്ളത്തിലേക്ക് എഴുതിയാട്ടെ. അത് എൻ്റെ ശ്രമമായിരുന്നെങ്കിൽ ഇപ്പം എന്നിൽ വീണ വിത്തിൻ്റെ ശ്രമമാണ്. അന്ന് അത് എൻ്റെ പ്രവൃത്തിയാണെങ്കിൽ ഇപ്പം എന്നിൽ വന്ന യേശുവിൻ്റെ പ്രവൃത്തിയാണ്. ഞാൻ യേശുവിനെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നു, ഞാൻ യേശുവിൽ വിശ്രമിക്കുന്നു. ഓ ഹല്ലേലൂയ. മുമ്പേ ഞാൻ പ്രവർത്തിക്കുന്നു, യേശു വിശ്രമിക്കുന്നു. ഇപ്പോൾ യേശു വിശ്രമിക്കുന്നു, ഞാൻ പ്രവർത്തിക്കുന്നു. അല്ല, യേശുവിനെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നു, ഞാൻ അവനിൽ വിശ്രമിക്കുന്നു. ഇതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. ഈ ജീവിതത്തിലേക്ക് വന്ന ദൈവമക്കൾ വിശേഷിച്ച് തിരിച്ചറിയട്ടെ, ഇവിടെ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തതിലൂടെ തൻ്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ ദൈവം പദ്ധതിയിട്ടിരിക്കുക. ഓരോ മിനിറ്റും, ജീവിതത്തിലെ ഓരോ സെക്കൻഡും ദൈവം തൻ്റെ നീതിയെ പ്രദർശിപ്പിക്കാനുള്ള അവസരങ്ങളാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണു തുറന്ന് ഇങ്ങോട്ട് നോക്കിയാൽ, ഞാൻ ഈ പറയുന്ന വാക്കൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ഓരോ മിനിറ്റും നിങ്ങളൊരു ഓഫീസിൽ പോയാൽ, നിങ്ങളൊരു വഴിയിലൂടെ നടന്നാൽ, നിങ്ങളൊരു മാർക്കറ്റിൽ പോയാൽ, നിങ്ങളിലൂടെ നിങ്ങൾ പോലും അറിയാതെ ദൈവം തൻ്റെ നീതിയെ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇവനെ ഞാൻ ശിക്ഷിക്കാതെ വിട്ടിരിക്കുന്നു, ശിക്ഷിക്കാതെ വിട്ട എന്നെ നീ അന്വേഷിക്കുക, എന്നെ നീ അന്വേഷിച്ചിട്ട് എൻ്റെ നീതിയെ കാണ്. ഇവനെ ശിക്ഷിക്കാതെ വിട്ടത് എൻ്റെ പുത്രനെ ശിക്ഷിച്ചത് കൊണ്ടാണ്. സോ എന്നിലൂടെ തന്നെ ദൈവം സുവിശേഷം ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നെ തന്നെ ഒരു സുവിശേഷമാക്കി മാറ്റിയിരിക്കുക. ഇവനെ വെറുതെ വിട്ടപ്പോൾ മറുഭാഗത്ത് ഒരുവനെ ഞാൻ ശിക്ഷിച്ചു. ഹല്ലേലൂയ. ഇവനെ വെറുതെ വിട്ടപ്പോൾ ഒരു മറുഭാഗത്ത് ഒരുവനെ ഞാൻ ശിക്ഷിച്ചു. അവൻ ശിക്ഷയിലായി, ഇവൻ രക്ഷയിലായി. ഇവൻ ഫ്രീ ആയിട്ട് നടന്നു പോകുന്നെങ്കിൽ ഓർത്തോ, അവിടെ മറ്റൊന്ന് അറക്കപ്പെട്ടിട്ടുണ്ട്, മറ്റൊന്ന് ക്രൂശിക്കപ്പെട്ടിട്ടുണ്ട്, മറ്റൊന്ന് പകരമായിട്ടാണ് ഇദ്ദേഹം നടന്നു പോകുന്നത്. ഈ നടന്നു പോകുന്നവൻ്റെ മനോസ്ഥിതി ഒന്ന് ചിന്തിച്ചേ. അയ്യോ, അവൻ്റെ ഉള്ളം മുഴുവൻ ഓരോ മിനിറ്റിൽ, എൻ്റെ കർത്താവേ, ആ പ്രതിക്കൂട്ടിൽ നിന്ന് തൂക്കുകയറിൻ്റെ മേളിൽ വീഴേണ്ടിയതായിരുന്നു. എൻ്റെ പൊന്നോ, ലാസ്റ്റ് മിനിറ്റിൽ, എൻ്റെ കർത്താവേ, ഒരു കണ്ണിനും പ്രതീക്ഷ തോന്നാതെ എല്ലാം ഉപേക്ഷിച്ച് നിന്ന സമയത്ത് നീ എന്നെ കൈവിട്ടില്ലല്ലോ കർത്താവേ എന്ന് പറഞ്ഞങ്ങ് നന്ദി കൊണ്ട് നിറയുന്നതാണ്. ആ നന്ദി കൊണ്ട് തുള്ളിച്ചാടി യേശുവിന് നന്ദി പറഞ്ഞ് ആഘോഷിക്കുന്നതാണ് ഈ ക്രിസ്തീയ ജീവിതം. അത് എത്ര പേര് ചെയ്യുന്നുണ്ട്? എൻ്റെ യേശുവേ, എനിക്കറിയത്തില്ല എന്നെ ശിക്ഷിക്കാതെ വിട്ടിട്ട് പ്രദർശിപ്പിച്ച ഈ നീതിക്ക് ഞാൻ എങ്ങനെ നന്ദി പറയുമെന്ന് ചോദിക്കുന്നതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. തുടങ്ങിക്കോ. ഒഴുകട്ടെ. ഇന്ന് ആ നീതി ഇവിടെ ഒഴുകട്ടെ. ഓരോ മക്കളിലും ആ നീതി ഒഴുകട്ടെ. നിങ്ങൾ നടക്കുമ്പോൾ ആ നീതി പ്രദർശിപ്പിക്കപ്പെടട്ടെ. നിങ്ങൾ നിൽക്കുമ്പോൾ ആ നീതി പ്രദർശിപ്പിക്കപ്പെടട്ടെ. എവിടെയേലും നിങ്ങൾ നടക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവം ലോകത്തോട് പറയട്ടെ, ഇവനെ ഞാൻ നിർത്തിയിരിക്കുന്നു, ഇവനെ ഞാൻ നടത്തിയിരിക്കുന്നു. എന്തിനാണെന്നറിയോ? ഞാൻ നീതിമാനായോണ്ട് മാത്രമാണ്. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞേ, യേശുവേ. ഹല്ലേലൂയ, യേശുവേ. ഇച്ചിരൂടെ സംസാരിക്കട്ടെ. കുറച്ചുകൂടെ സംസാരിക്കട്ടെ. ഹല്ലേലൂയ. എന്തുവാ ഈ നീതീകരണത്തിൻ്റെ ഗ്യാരണ്ടി? ഫോർ ഹൗ ലോങ്? എത്ര നാളത്തേക്ക് അത് തന്നിരിക്കുന്നേ? ഇത് എൻ്റെ പ്രവൃത്തിയാലായിരുന്നെങ്കിൽ ഒരു ദിവസം ഞാൻ പ്രവർത്തിക്കാതിരിക്കുമ്പോൾ ഇത് ഇറങ്ങിപ്പോയേനെ. ഹല്ലേലൂയ. ഇത് പുത്രൻ്റെ പ്രവൃത്തിയാലാകയാൽ വൺസ് ഫോർ ഓളാ. ഇവിടെയാണ് ആ നീതീകരണത്തിൻ്റെ തൻ്റെ ഇടം കിട്ടുന്നത്. നിങ്ങൾ 5:30 എഴുന്നേക്കാമെന്ന് വിചാരിച്ച് 6 മണി വരെ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഇരുന്നപ്പോൾ ക്ഷീണം കൊണ്ട് നിങ്ങൾ കിടന്നുറങ്ങിയപ്പോഴും ദാനത്തിന് ഒരു കുറവും വരാഞ്ഞതിൻ്റെ കാര്യം ഇത് മുഴുവൻ യേശുവിൽ തന്നുകൊണ്ടാ. ഹലോ, എത്ര പേർക്ക് മനസ്സിലാകുന്നു ഞാൻ പറയുന്നത്? ഇവിടെ വന്നിരിക്കുക കൃപ കേട്ടോ, ഇവിടെ വന്നിരിക്കുക കൃപ. അത് അനുഭവിക്കേണ്ടവർ അനുഭവിച്ചോ. ഹല്ലേലൂയ. ഇവിടെ വന്നിരിക്കുക കൃപ. എൻ്റെ റൈച്ചസ്നെസ്സിൻ്റെ ഗ്യാരണ്ടി. ഹൗ ലോങ് ഐ ക്യാൻ ബി റൈച്ചസ്? എത്ര നാള് എനിക്ക് നീതിമാനാകാൻ കഴിയും? ഹല്ലേലൂയ. പുത്രനുള്ള എത്രയും കാലം.
പുത്രനായ യേശു ഉള്ള എത്രയും കാലം, ധൈര്യം ഉണ്ടെങ്കിൽ എന്നോട് ചേർന്നെന്ന് പറഞ്ഞ്, പുത്രനായ യേശു ഉള്ള എത്രയും കാലം ഞാൻ നീതിമാനാണ്. ആ യേശുവിൽ ഞാൻ നീതിമാനാണ്. ഹല്ലേലൂയ. ഒന്നുകൂടെ എന്നോട് ചേർന്നെന്ന് പറഞ്ഞു, പുത്രനായ യേശു ഉള്ള എത്രയും കാലം, ആ പ്രവൃത്തി അയയാത്ത എത്രയും കാലം, ആ പ്രവൃത്തി തീരാത്ത എത്രയും കാലം, ആ പ്രവൃത്തി ഉടയാത്ത എത്രയും കാലം ആ യേശുവിൽ ഞാൻ നീതിമാനാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ കരമടിച്ച് ചേർന്ന് കർത്താവിനെ സ്തുതിക്കാൻ തുടങ്ങിക്കോ. പിതാവേ, ഈ മഹാകരുണയ്ക്കായിട്ട് നന്ദി. ഓ ഹല്ലേലൂയ. മുമ്പേ നീതിമാനായ ദൈവം, പിന്നെ നീതിമാനായ പുത്രൻ, ഇപ്പോൾ നീതിമാന്മാരായ ഞങ്ങൾ. ദൈവം പഴയ നിയമത്തിൽ തൻ്റെ നീതിയെ പ്രദർശിപ്പിച്ചു, പുതിയ നിയമത്തിൽ പുത്രനിലൂടെ പ്രദർശിപ്പിച്ചു, സുവിശേഷത്തിൽ പുത്രനിലൂടെയുള്ള ദൈവനീതി പ്രദർശിപ്പിച്ചു. ലേഖനങ്ങൾ ഇതാ ആ നീതി ഞങ്ങളിലൂടെ പ്രദർശിപ്പിച്ചു. താങ്ക് യു ജീസസ്. ശിക്ഷിക്കാതെ വിട്ടിട്ട് പ്രകടിപ്പിച്ച ഈ മഹാനീതിക്കായിട്ട് നന്ദി കർത്താവേ. ശിക്ഷിക്കാതെ വിട്ടിട്ട് പ്രദർശിപ്പിച്ച ഈ മഹാനീതിക്കായിട്ട് നന്ദി. ശിക്ഷിച്ചായിരുന്നെങ്കിൽ, ഓ ഹല്ലേലൂയ, ശിക്ഷിച്ചായിരുന്നെങ്കിൽ കർത്താവേ, ഇന്ന് ഞങ്ങൾക്ക് അങ്ങയുടെ മുമ്പിൽ നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു. എന്നാൽ അവിടെ പ്രതികാര ദിവസവും ഇവിടെ പ്രസാദ വർഷവും, അവിടെ പ്രതികാര ദിവസവും ഇവിടെ പ്രസാദ വർഷവും, അവർക്ക് പ്രതികാര ദിവസവും ഞങ്ങൾക്ക് പ്രസാദ വർഷവും തരുവാൻ അങ്ങേക്ക് തോന്നിയ കൃപയ്ക്കായിട്ട് നന്ദി. ഇന്നെന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ ഓരോ മക്കളും ദൈവനീതിയുടെ പ്രദർശകരായി മാറട്ടെ. അവരുടെ ലൈഫ് തന്നെ ദൈവനീതിയുടെ ഡെമോൺസ്ട്രേഷനായി മാറട്ടെ. അവരുടെ കണ്ണുകൾ നീതിമാന്മാരുടെ കണ്ണുകളാകട്ടെ. അവരുടെ കൈകൾ നീതിമാന്മാരുടെ കൈകളാകട്ടെ. അവരുടെ നടപ്പ് നീതിമാന്റെ നടപ്പാകട്ടെ. അവരുടെ ജീവിതം നീതിമാന്റെ വിശ്വാസത്തിന്റെ ജീവിതമാകട്ടെ. ഓ, ആ നീതിമാൻ എന്തെല്ലാം പ്രോമിസസ് ഉണ്ടോ അത് മുഴുവൻ യേശുവിനെ വിശ്വസിച്ച് യേശു പകരമായിട്ട് നീതീകരിക്കപ്പെട്ടവൻ സ്വീകരിക്കട്ടെ. അതിനായിട്ട് നന്ദി കർത്താവേ, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കരമടിച്ചു. ഹല്ലേലൂയ. ഇവിടെ ഞാനിങ്ങനെ നോക്കുമ്പോൾ സാക്ഷ്യങ്ങളാണ്, ഇവിടുത്തെ മീറ്റിങ്ങിൽ നടന്ന സാക്ഷ്യങ്ങളാണ് ഇങ്ങനെ ഓരോരുത്തർ നോക്കുമ്പോൾ കാണുന്നത്. കർത്താവ് ജീവിക്കുന്ന എന്നുള്ളത്. ഈ കുഞ്ഞിനെ ഓർമ്മയില്ലേ നിങ്ങൾക്ക്? എത്ര പേര് ഈ കൊച്ചിനെ ഓർക്കുന്നുണ്ട്? ഓ, ഈ കുടുംബം ഈ കുഞ്ഞിന്റെ വാൽവിന്റെ പ്രശ്നമായിട്ട്, വാൽവല്ലായിരുന്നു, ഹസ്ബൻഡും വൈഫും കൂടെ ആ തട്ടിന്റെ അവിടെ വന്നിരുന്നേ. ഈ കുഞ്ഞിന്റെ എത്ര ലക്ഷം രൂപയുടെ സർജറി ആയിരുന്നു? 2 ലക്ഷം രൂപയുടെ സർജറി പറഞ്ഞ് വിട്ടിരുന്ന കേസായിരുന്നു. കണ്ടോ? നിങ്ങളെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന കണ്ടോ? അവള് മിടുക്കിയായിട്ട് യേശു അവളെ തൊട്ടു. കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് ഒന്ന് സ്വീകരിച്ചേ, ദൈവിക സൗഖ്യത്തെ ഒന്ന് സ്വീകരിച്ചേ. ഇവിടെ എഴുന്നേറ്റ് നിൽക്കുന്ന മക്കള്, പ്രത്യേകിച്ച് ഇന്നൊരു ഡിവൈൻ ഹീലിംഗ് ആഗ്രഹിക്കുന്നവര്, ആ രോഗമുള്ള ഇടത്തേക്ക് നിങ്ങളുടെ കൈകൾ വെച്ചാട്ടെ. എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിച്ചു. യേശുവേ പറഞ്ഞു, യേശുവേ 2015 വർഷം മുമ്പ് എന്റെ സകല രോഗവും അവിടുത്തെ ശരീരത്തിൽ അവിടുന്ന് വഹിച്ചതിനാൽ എന്റെ സകല രോഗവും 2015 വർഷം മുമ്പ് അവിടുന്ന് വഹിച്ചതിനാൽ ഞാൻ ഇനി രോഗിയാവുകയില്ല. എനിക്ക് രോഗമില്ല. എനിക്ക് സൗഖ്യമേ ഉള്ളൂ. എന്റെ ശരീരം രോഗത്തിന്റെ സ്ഥലമല്ല. യേശുവിന്റെ കൃപയുടെ വാസസ്ഥലമാണ്. അഭിഷേകത്തിന്റെ ദൈവകൃപയുടെ വാസസ്ഥലമാണ്. ദിവ്യാരോഗ്യം വസിക്കുന്ന സ്ഥലമാണ് എന്റെ ശരീരം. അതുകൊണ്ട് എനിക്കിനി രോഗം വേണ്ട. ബലഹീനതകൾ വേണ്ട. ഞാനതിനെ തിരസ്കരിക്കുന്നു. സൗഖ്യത്തെ ഞാൻ സ്വീകരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ
യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ എന്റെ സൗഖ്യത്തെ ഞാൻ ഏറ്റെടുക്കുന്നു ഞാൻ സ്വീകരിക്കുന്നു വിശ്വാസത്താൽ യേശുവിനോട് എന്റെ സൗഖ്യത്തെ ഞാനിപ്പോൾ വാങ്ങുന്നു എന്റെ മേൽ അതിനെ ഞാൻ അനുവദിക്കുന്നു യേശുവേ എന്റെ ശരീരത്തിൽ വന്ന് നിറയണമേ അങ്ങയുടെ ശക്തി കൊണ്ട് എന്റെ ശരീരത്തെ തൊടുമാറാകണമേ എന്റെ യേശുവേ എന്റെ കർത്താവേ അങ്ങയുടെ മഹാശക്തി എന്റെ ശരീരത്തിലേക്ക് വന്ന് നിറയട്ടെ രോഗമേ നിന്നെ ഞാൻ തിരസ്കരിക്കുന്നു ശാപമേ നിന്നെ ഞാൻ തിരസ്കരിക്കുന്നു യേശുവിന്റെ നാമത്തിൽ എന്റെ സൗഖ്യത്തെ ഞാൻ കൊണ്ടുപോകുന്നു ഞാൻ ഏറ്റെടുക്കുന്നു ആമേൻ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തുക. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ കരങ്ങൾ ഉയർത്തുക. യേശുവേ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആൺമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പെൺമക്കൾക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓരോ മക്കളുടെ മേലും ധാരാളം കൃപ ഇറങ്ങട്ടെ. ആ ചേച്ചി യേശു തൊടുന്നു. അവരെ ഇങ്ങോട്ട് ഇറക്കി നിർത്തിക്കേ. പിടിച്ചോണം. അവിടെ ആ തട്ടിന് മേളിൽ കയറിയുന്നു. പിടിച്ചോണേ ചേച്ചി, ഒന്ന് പിടിച്ചോണേ. ഈ മകളുടെ ശരീരത്തിലേക്ക് കർത്താവിന്റെ ശക്തി കയറുകയാണ്. ഉയർത്തെഴുന്നേറ്റ യേശു ഈ മകളെ തൊടുവാണ്. ഇവരുടെ ഈ വലത്തെ ചെവിയുടെ താഴെ കഴുത്തിന്റെ സൈഡില് വലത്തെ ഷോൾഡറിലെല്ലാം കർത്താവിന്റെ സ്പർശനം നടക്കുന്നു. ആ ബാധ ആ ശരീരത്തിൽ നിന്ന് ഒഴിയുന്നു. ഗെറ്റ് ഔട്ട്, ഇറങ്ങിപ്പോവുക. ടച്ച് അഴിയുന്നു. എല്ലാവരും കൂടെ ഈ മകൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോ. ശരീരം സ്വതന്ത്രമാകട്ടെ. ഈ വശം മുഴുവൻ സ്വതന്ത്രമാകട്ടെ. ഈ മകൾക്ക് വിളിച്ചോ. യേശുവേ, എൻ്റെ യേശുവേ, സ്തോത്രം. യേശുവേ, സ്തോത്രം. എൻ്റെ യേശുവേ, സ്തോത്രം. യേശുവേ, ഹല്ലേലൂയ. ശക്തി ഇറങ്ങുന്നു. ചോദിച്ചേ, ഞാൻ അവരെ ആദ്യമായിട്ട് കാണാൻ എന്നാ ഈ സൈഡിൽ പ്രശ്നമൊന്നും ചോദിച്ചു പറഞ്ഞേ. എന്നാ പറ്റിയതാ ഇത്? എന്നതാ ഇത്? അത് 10 വർഷം അധികമായി സ്പൈനൽ കോഡ് ജാമായിരിക്കണായിരുന്നു. അപ്പം ഇവിടെ എല്ലാം വേദന, കൈയൊക്കെ മരവിക്കല്, രാത്രിയൊന്നും ഉറങ്ങാൻ പറ്റില്ലായിരുന്നു. 10 വർഷമായി. അപ്പം MRI സ്കാൻ ചെയ്തപ്പോഴാണ് പറഞ്ഞത് മൊത്തം ജാമായിരിക്കണേന്ന്. ഇവിടെ സ്പൈനൽ ജാമായിരിക്കുക. ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല, മരുന്നിൻ്റെ ഘട്ടം കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞു. ഇനി ഓപ്പറേഷൻ ചെയ്താൽ തളർന്നു പോകുമെന്ന് പറഞ്ഞു. പിന്നെ കുറേ മരുന്ന് കഴിച്ചിട്ട് ഒരുപാട് മരുന്ന് കഴിച്ചു, ഒന്നും ഒരു മാറ്റം വന്നില്ല. ഉറങ്ങാൻ പറ്റാറില്ല, എനിക്ക് മൊത്തം മരവിച്ചു പോകും, തലയൊക്കെ മരവിച്ചു പോകുമായിരുന്നു. എനിക്ക് ഇവിടെയൊക്കെ എപ്പോഴും വേദന, എന്നും വേദന, കൈയൊക്കെ വേദനയായിരുന്നു. ഇപ്പൊ അതുണ്ടോന്ന് ഇല്ല, വേദന ഇല്ല, ശരിക്കും ഇല്ല, വേദന ഇല്ല. കൈക്ക് മരവിപ്പുണ്ടോന്ന് നോക്കിയേ. ചെറിയ നിവർത്തെ ചേർത്തൊന്ന് അടിച്ചേ. ഇല്ല, കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ.
മോനെ നിന്നെ യേശു തൊടുന്നല്ലോടാ. ഇവിടെ ഇറങ്ങി നിൽക്കി. കർത്താവെ നിന്ന് വിളിച്ചു. കൊച്ചെ നിന്റെ നട്ടലിന് എന്നാ പറ്റിയത്? കണ്ടിട്ട് പാലക്കാട് നിന്ന് വരിക. പാലക്കാട് എവിടെ വീട്? കഴിഞ്ഞ ആഴ്ച വിളിച്ചു വെച്ചിട്ട്. പാലക്കാട് എവിടെ വീട്? വടക്കാഞ്ചേരിയാ? വടക്കഞ്ചേരി. ആ, എന്നാ പറ്റിയത് നട്ടലിന്? കുറേ മരുന്ന് കഴിച്ചു ഞാൻ, ഒരു കുറവില്ല. യേശുവെ എന്ന് വിളിച്ചോ. കൈ അങ്ങ് ഉയർത്തി പിടിച്ചു. Get out. Jesus name. അയാളുടെ ശരീരം മുഴുവൻ സൗഖ്യമാവട്ടെ. ശരീരം മുഴുവൻ സൗഖ്യമാവട്ടെ. ശരീരം മുഴുവൻ സൗഖ്യമാവട്ടെ. വലത്തെ കണ്ണിന്റെ മേള്, ഈ ഒരു പോഷൻ മുഴുവൻ കർത്താവിന്റെ സ്പർശനം നടക്കുന്നു. കേട്ടോ ചേച്ചി? വിളിച്ചോ 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 വിളിച്ചോ. പറയുന്നു മാറിയെന്ന് വെച്ചു, പറയുന്നു മാറിയെന്ന്. ദൈവശക്തി അവരുടെ ശരീരത്തിലേക്ക് അടിച്ചുകൊണ്ടിരിക്കുക. ഉറക്കെ വിളിച്ചോ, ഉറക്കെ വിളിച്ചോ. സൗഖ്യമാവട്ടെ. അവരോട് ചോദിച്ചു, വലത്തെ കണ്ണിന് എന്നാ പ്രശ്നം ചോദിച്ചു. വലത്തെ എങ്ങനെയാ നഷ്ടപ്പെട്ടത്? ഷുഗർ വന്നതാ. എത്ര വർഷമായി നഷ്ടപ്പെട്ടിട്ട്? ചികിത്സ ചെയ്തോ? എവിടാ ചികിത്സ? ശ്രീധര്യത്തിൽ ചികിത്സ ചെയ്തോണ്ടിരിക്കുക. എന്നിട്ടും കാഴ്ചക്ക് വ്യത്യാസമില്ല. ഇല്ല ഇല്ല. കണ്ണാടി എടുക്കാൻ പിടിക്കാൻ, ഈ കണ്ണ് അടച്ചു പിടിക്കാൻ, എന്നെ നോക്ക, എന്നിട്ടല്ലേ നാട്ടുകാരെയൊക്കെ കാണുന്നത്. ഹല്ലേലൂയ. യേശുവേ ഒന്ന് വിളിച്ചേ. എന്റെ യേശുവേ എന്നൊന്ന് വിളിച്ചേ. ഉറക്കെ വിളിച്ചേ, എന്റെ യേശുവേ. എണ്ണിക്കേ. എത്ര ഇത്? 1 2 3 4 5. നോക്കിയോ? കുനിയവനെ കുനിയെ ഉള്ളു കുനി. ഇടിക്കട കുനിഞ്ഞ് നിക്കട. കുനിഞ്ഞിട്ട് കുഴപ്പമുണ്ടോ? ഇവിടെ കുഴപ്പമില്ല, കുഴപ്പമില്ല, കുഴപ്പമില്ല. നല്ലതായിട്ട് കുനിഞ്ഞോ. ഒന്നൂടെ ഇടിക്കാൻ എനിക്ക് അവസരം കിട്ടുന്നല്ലേ. ഒരു കുഴപ്പമില്ല. കരമടിച്ചോന്ന് യേശുവിനെ മാത്രം കൊടുത്താൽ.